നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്താൻ കഴിയാതെ പോയ സംഭവം പ്രത്യേക സംഘം അന്വേഷിക്കും. DMOയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും വിഷയം പരിശോധിക്കും. 2 ഗൈനക്കോളജിസ്റ്റുകളും ലാബിലെ 2 ഡോക്ടർമാരുമാണ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതികൾ. പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തു. ആലപ്പുഴ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിൽ നവജാത ശിശുവിന്റെ വൈകല്യം നേരത്തെ കണ്ടെത്തിയിട്ടില്ലെന്നാണ് പരാതി. വിഷയത്തിൽ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം അന്വേഷണം നടത്തുമെന്ന് വകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. DMOയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘവും അന്വേഷിക്കുന്നുണ്ട്. എക്സ്പെർട്ട് കമ്മിറ്റി തിങ്കളാഴ്ച ഇത് പരിശോധിക്കാൻ വരുന്നുണ്ട്. DMOയുടെ നേതൃത്വത്തിൽ ഗൈനക്കോളജിസ്റ്റ്, പീഡിയാട്രീഷ്യൻ, അതുപോലെ റേഡിയോളജിസ്റ്റ് എന്നിവരെ ചേർത്ത് ഇവിടുത്തെ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് അല്ലാതെ ജില്ലയിലെ മറ്റ് സീനിയേഴ്സായ ഡോക്ടേഴ്സിനെ ഉപയോഗിച്ചൊരു ടീം ഈ സംഭവം സംബന്ധിച്ച് അന്വേഷിക്കണം എന്നാണ് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചൊരു കാര്യം. സ്കാനിംഗ് സെന്ററിനെ പറ്റിയും അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണത്തിൽ വീഴ്ച കണ്ടെത്തിയാൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നാണ് അധികൃതർ ഉറപ്പു നൽകിയത്. ഫ്ലൂയിഡ് കൂടുന്നത് കണ്ട ദിവസം തൊട്ട് അവരോട് പറഞ്ഞു. ഫ്ലൂയിഡ് കൂടുന്നതിന് ഇങ്ങനെ പല റീസൺസ് ഉണ്ട്, കൊച്ചിന്റെ കുഴപ്പം കൊണ്ടാകാം എന്ന രീതിയിൽ പറഞ്ഞിരുന്നു. അത് കേസിലെല്ലാം എഴുതിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു ഇതുണ്ടെന്നുള്ളത് നമുക്ക് നേരത്തെ ഒരിക്കലും എവിഡന്റ് ആയിരുന്നില്ല. പോലീസിന് മാത്രമായി കേസ് അന്വേഷിക്കാനാകില്ല. അതുകൊണ്ടാണ് മെഡിക്കൽ ബോർഡ് രൂപീകരിച്ചിരിക്കുന്നത്. DMO, ഗൈനക്കോളജിസ്റ്റുകൾ, സ്കാനിംഗ് നടത്തിയ 2 ലാബുകളിലെ ഡോക്ടർമാർ എന്നിവർക്കെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആലപ്പുഴ DYSPയുടെ മേൽനോട്ടത്തിലാണ് അന്വേഷണം. അതിന്റെ കേസ് ഡയറി നമുക്ക് ഹാൻഡ് ഓവർ ചെയ്ത് കിട്ടിയിട്ടില്ല. പിന്നെ ഇതിപ്പോൾ നമ്മൾ എന്തിനൊരു എക്സ്പെർട്ട് ഒപ്പീനിയൻ ഇതിന് ആവശ്യമായിട്ട് വരുന്ന കേസുകളാണ്. അതുകൊണ്ട് തന്നെ ഒപ്പീനിയൻ ആദ്യം പറയാൻ സാധിക്കത്തില്ല. ആലപ്പുഴ കടപ്പുറം ആശുപത്രിയിലേക്ക് പ്രതിപക്ഷ സംഘടനകൾ പ്രതിഷേധം നടത്തി. ലീഗ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. ചികിത്സാ ചെലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് ആവശ്യം. മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.